മലയാള സിനിമ ആസ്വാദകർക്ക് ഒരു പുത്തൻ കാഴ്ചവിസ്മയം സമ്മാനിച്ച സിനിമയാണ് കളങ്കാവൽ. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ തമ്മിൽ വച്ചുമാറ്റിയെന്ന് അതിന് കാരണവും മമ്മൂട്ടി സ്റ്റാൻലി എന്ന പ്രതിനായക വേഷത്തിൽ എത്തിയപ്പോൾ പോലീസ് വേഷത്തിൽ നായകനായത് വിനായകനുമാണ്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം സൈനൈഡ് മോഹൻ കേസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടെഴുതിയ പടമാണ്. ആദ്യ ഷോ കഴിഞ്ഞ് പിന്നാലെ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കളങ്കാവന് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചു. പിന്നീട് ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന മമ്മൂട്ടി പടത്തെയാണ് മലയാളികൾ കണ്ടത്. നിലവിൽ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് കളങ്കാവൽ. മൂന്നാം വാരത്തിൽ 180-ലധികം തിയേറ്ററിലാണ് കളങ്കാവൽ പ്രദർശനം തുടരുന്നത്. കേരളത്തിൽ മാത്രം കണക്കാണിത്. സിനിമ വിജയമായി പ്രദർശനം തുടരുന്നുണ്ട്. ഇതുവരെ നേടിയ കളക്ഷൻ വിവരങ്ങളും പുറത്തുവരികയാണ്. ട്രാക്കിംഗ് സെറ്റായ സാൻസിക്കിന്റെ റിപ്പോർട്ട് പ്രകാരം 77.75 കോടിയാണ് കളങ്കാവൽ ഇതുവരെ നേടിയത്. 13 ദിവസത്തെ കളക്ഷൻ കണക്കാണിത്. 34.30 കോടിയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ. ഓവർസീസിൽ നിന്ന് 37.30 കോടിയും ഇന്ത്യൻ ഗ്രോസായി 40.45 കോടിയും മമ്മൂട്ടി പടം നേടിയിട്ടുണ്ട്. 33.9 കോടിയാണ് കേരളത്തിൽ നിന്ന് കളങ്കാവൽ നേടിയിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് 2.85 കോടി, ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 43 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 2.28 കോടി എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക്. അതേസമയം പുതിയ റിലീസുകൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടെങ്കിലും കളങ്കാവൽ കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ഈ വാരത്തോടെ 80 കോടിക്ക് നേട്ടം എന്ന കളങ്കാവൽ നേടുമെന്നാണ് കണക്കുകൂട്ടൽ.